അങ്ങനെ ഒടുവിൽ UDF പ്രവർത്തകർ തന്നെ നടു റോഡിൽ വെച്ച് പൂക്കി സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചിരിക്കുന്നു. അതും സതീശ മേനോനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ചെയ്ത ഒരു UDF MLA സഭയിൽ വെച്ച് പരസ്യമായി അപമാനിച്ചതിന് ആദ്യമായി പൂക്കിയുടെ കോലം കത്തിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി. അതിത് തുടങ്ങി വെക്കുന്നത് ഈ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കത്തിക്കല് ഒരു ചെറിയ സംഭവമായിട്ട് അവസാനിക്കില്ല. കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ ഈ മുഖ്യമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ. ഇത് തന്നെയാണ് തുടക്കം മുതലേ പറയുന്നത്. ഈ പൂക്കിച്ചിരിയിലൊന്നും യാതൊരു കാര്യവും പ്രയോജനവുമില്ല, മറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധിയുടെ ക്വാളിറ്റി എന്താണെന്ന് തെളിയുന്നതെന്ന്. അല്ലെങ്കിൽ തന്നെ റെജി ചെറിയാൻ കുട്ടനാടുകാരുടെ ഒരു ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ ആ ഒരു ആവശ്യത്തെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനം പറയാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിന് സെക്കൻഡുകൾക്കകം തന്നെ മൈക്ക് ഓണാണെന്ന് അറിയാതെ തൊട്ടടുത്തിരുന്ന മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്ന ആ ഡയലോഗ്, അയ്യോ അവധിയൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല, എന്തിനു അവധി കൊടുക്കണം, ആ രീതി പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അത് സത്യത്തിൽ റെജി ചെറിയാൻ എന്ന് പറയുന്ന ജനപ്രതിനിധിയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? റെജി ചെറിയാനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റെജി ചെറിയാൻ കുട്ടനാടുള്ള ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. സ്വാഭാവികമായും റെജി ചെറിയാനെ സഭയിൽ വെച്ച് ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ അത് കുട്ടനാട്ടിലുള്ള ജനങ്ങളെ കൂടി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഉഡായിപ്പ് തന്ത്രം, അതിനെ നിയമസഭയിലെ മൈക്ക് തന്നെ പൊളിച്ചു കൊടുത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ദൃശ്യം കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം. കാരണം കൂടെയുള്ള MLA പോലും തഴയുന്ന, അവരെ പോലും പരസ്യമായി അപമാനിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത സതീശ മേനോൻ മുഖ്യമന്ത്രിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കേരളത്തെ ഭരിക്കുന്ന ടീം UDFന്റെ പ്രവർത്തകർ തന്നെ കേരളത്തിന്റെ ടീം UDFന്റെ കോൺഗ്രസിന്റെ സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ കോലം തെരുവീതിയിൽ വെച്ച് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അപമാനം കേരളത്തിനുണ്ടാകാനുണ്ടോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ UDF പ്രവർത്തകർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ താലോലിച്ച് തലയിൽ വെച്ചുകൊണ്ട് നടന്ന സതീശ മേനോൻ മുഖ്യമന്ത്രി നമ്മുടെ തന്നെ കാലുവാരുന്ന ഏറ്റവും വലിയ ഉഡായിപ്പാണെന്ന്.